കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സൗഭാഗ്യയുടെ അടുത്ത സുഹൃത്തിൻ്റെ ഒരു മരണവാർത്ത പുറത്തു വന്നത്. ഫിറോസ് എന്ന വ്യക്തിയെ തിരുവനന്തപുരം നഗരത്തിൽ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ട പ്രേമികളുടെ പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു ഫിറോസ്. സൗഭാഗ്യയുടെയും അർജുൻ്റെയും പ്രിയപ്പെട്ട ഒരു താരം കൂടിയായിരുന്നു. സുഹൃത്താണെങ്കിലും ഒരു കുടുംബ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് സൗഭാഗ്യ പറയുന്നതിനോടൊപ്പം തന്നെ അതേ സമയത്തായിരുന്നു ഞങ്ങളുടെ അനുവിൻ്റെ പിറന്നാളും. അവളുടെ ഇത്തവണത്തെ പിറന്നാൾ ഗംഭീരമാക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ മരണം കഴിഞ്ഞ് രാത്രി ഹോസ്പിറ്റലിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുലർച്ചെയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ തന്നെ അവളുടെ അമ്മ അവിടെയെല്ലാം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരുന്നു. അങ്ങനെ വലിയ മടിയോടെ തന്നെ, ശരിക്കും പറഞ്ഞാൽ പിറന്നാളാണല്ലോ എന്ന് പോലും മറന്നുപോയൊരു ദിവസമായിരുന്നു. എന്നിട്ടും അനുവിന് ആഗ്രഹമുള്ള സാധനം ഞങ്ങൾ വാങ്ങി നൽകി. വ്ളോഗിംഗ് ഒക്കെ ഇനി പഴയതിനേക്കാൾ മികച്ചതാക്കാനെന്നും അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി കുറവാണെന്നും പറഞ്ഞ് എനിക്കൊരു ഐഫോൺ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചിരുന്നു. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊച്ചിച്ചനും ചിത്തിയും എനിക്ക് അത് വാങ്ങി തന്നാൽ മതിയെന്ന് അനു നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് സൗഭാഗ്യ പറയുന്നു. ഇത്തരമൊരു മരണ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നില്ല എന്നായിരുന്നു തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ പിറന്നാളാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ണിൽ കൂടി പോയില്ലായിരുന്നു. പക്ഷെ അനു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കേക്ക് മുറിച്ചതിന് ശേഷം അനുവിൻ്റെ ഗിഫ്റ്റ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനുവിന് വളരെയധികം വേണ്ടപ്പെട്ടതായിരുന്നു ആ ഗിഫ്റ്റ്. ശരിക്കും പറഞ്ഞാൽ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങണമെന്നും അല്ലെങ്കിൽ വ്ളോഗിംഗ് ഒക്കെ പഴയതിനേക്കാളും മികച്ചതാക്കണമെന്ന് അനു എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ അത് മികച്ചതാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ അനുവിന് കിട്ടിയ സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അനുവിൻ്റെ ഏറ്റവും ഭാഗ്യം തന്നെയാണ് ഇങ്ങനൊരു ചിത്തിയെ ലഭിച്ചത്. തൻ്റെ അമ്മ നഷ്ടപ്പെട്ടുവെങ്കിലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ചിത്തി എല്ലാമാണ് അനുവിനെന്ന് എപ്പോഴും അനു പറയാറുണ്ട്. അനുവിനെ ഡാൻസ് പഠിപ്പിക്കുന്നതടക്കം സൗഭാഗ്യയുടെ മകളെപ്പോലെ തന്നെയാണ് എപ്പോഴും അനുവിനെ അവൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് സ്നേഹത്തോടെ എല്ലാവരും നോക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അനുവിൻ്റെ 15ാം പിറന്നാളായിരുന്നുവെന്ന്. ഒരു സ്ഥലത്ത് തീരാ നഷ്ടം, മറുവശത്ത് ഒരു ലൈഫ് ഉണ്ടായതും. ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിദ്യയാണ് മെനക്കെട്ട് എല്ലാ ഡെക്കറേഷനും ചെയ്തത്. ഞങ്ങൾക്ക് ആർക്കും ഡെക്കറേഷൻ ചെയ്യാനൊരു മൂഡില്ലായിരുന്നു. പുലർച്ചെയായിരുന്നു കേക്ക് കട്ടിംഗ് ഒക്കെ. ബർത്ത്ഡേക്ക് മുന്നേ ആയി അവളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു, ഒരു ഐഫോൺ വേണമെന്നത്. കൂടുതൽ ക്ലാരിറ്റിയോടെ വീഡിയോ എടുക്കണം എന്നായിരുന്നു പറഞ്ഞത്. നന്നായി വീഡിയോ എടുത്തു. ഇനി വ്ളോഗിങ്ങിൽ കൂടുതൽ ആക്റ്റീവ് ആകുമെന്ന് കരുതുകയാണ്. അനു ആകെ സന്തോഷവും സങ്കടവും കലർന്ന നിമിഷത്തിലായിരുന്നു. തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും ഒരു അങ്കിളും ഒക്കെയാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു വിഷമത്തിലാണ് അനുവും അവിടെ ഇരുന്നത്. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ഥിര സാന്നിധ്യം തന്നെയായിരുന്നു ഫിറോസ്. അതുകൊണ്ട് തന്നെ ഫിറോസിൻ്റെ മരണം ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു ഹൃദയാഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മരണം അത്രമേൽ എല്ലാവരെയും ശക്തമായി ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.